ഹായ് ഓൾ വെൽക്കം ടു ക്യൂബിറ്റ് SSC ആൻഡ് RRB യൂട്യൂബ് ചാനൽ. അപ്പോൾ കെമിസ്ട്രിയിൽ ഫസ്റ്റ് പീരിയോഡിക് ക്ലാസിഫിക്കേഷൻ ഒരു ക്ലാസ് നമ്മൾ കഴിഞ്ഞു. ഇതിൻ്റെ കണ്ടിന്യൂസ് ആയിട്ട് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ പഠിക്കേണ്ട ടോപ്പിക്കുകൾ ഏതൊക്കെയാണ് നമുക്ക് നോക്കാം. അപ്പോൾ നമ്മൾ എലമെൻസിൻ്റെ ഒരു ഓർഡർ പഠിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഏറ്റവും ബൈഹാർട്ടാക്കി പഠിച്ചു കഴിഞ്ഞാൽ കുറച്ച് കഴിഞ്ഞാൽ എന്താവും മറന്നുപോകും. അപ്പോൾ അങ്ങനെ ഓർഡറിലാക്കി പഠിക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമുക്ക് ഒരു കോഡ് രൂപത്തിൽ എന്താക്കാം പഠിച്ച് സെറ്റാക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ കോഡ് ഇതാണ് ഗ്രൂപ്പ് 18 എലമെൻറ്റ്. ഗ്രൂപ്പ് 18 എലമെൻറ്റ് എന്ന് പറഞ്ഞാൽ ഏതാ നോബിൾ ഗ്യാസ് ആണല്ലോ. അപ്പോൾ ഈ നോബിൾ ഗ്യാസിൽ നമുക്കൊരു കോഡ് രൂപം പഠിച്ചു വെച്ചാൽ മതി. അപ്പോൾ കോഡ് ഇതാണ് He never arrived, Kara zero run out. എന്താണ് കോഡ്? He never arrived, Kara zero run out. ഓക്കെ, അപ്പം ഹീ എന്ന് പറഞ്ഞാൽ ഏതാണ്? ഹീലിയം ആണ്. ഹീ എന്ന് പറഞ്ഞാൽ ഏതാണ്? ഏത് എലമെൻ്റ് ആണ്? ഹീലിയം. നെക്സ്റ്റ് NE ആണ് ഏത്? നിയോൺ ആണ് അല്ലേ. NE ഏതാണ്? നിയോൺ. നെക്സ്റ്റ് എറൈവ്ഡിൻ്റെ AR എന്താണ്? ആർഗൺ. ആർഗൺ. നെക്സ്റ്റ് KR ആണ് അല്ലേ. KR ക്രിപ്റ്റോൺ ആണ്. ഏതാണ്? ക്രിപ്റ്റോൺ. KR ഏതാണ്? ക്രിപ്റ്റോൺ. നെക്സ്റ്റ് XE അല്ലേ. XE 0 ആൻഡ് XE എന്ന് പറഞ്ഞാൽ ഏതാ? സെനോൺ ആണ്. ഏതാണ്? സെനോൺ. നെക്സ്റ്റ് RN റെഡോൺ ആണ്. ഏതാണ്? റെഡോൺ. ലാസ്റ്റ് ഒരൊറ്റ ഒന്നും കൂടി ഉണ്ട്. ഏതാണ്? ഒഗനസോൺ അല്ലേ. OG ഏതാണ്? ഒഗനസോൺ ആണ്. OG ഏതാണ്? ഒഗനസോൺ. ഒഗനസോണിൻ്റെ പ്രത്യേകം എന്തായിരുന്നു? നമ്മൾ മുന്നേ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ. ഒഗനസോൺ എന്ന് പറഞ്ഞാൽ എത്രാമത്തെ എലമെൻറ്റാ? 118th എലമെൻ്റ് ആണ് അല്ലേ. 118ാമത്തെ എലമെൻ്റ് ആണ് ഇത് ഒഗനസോൺ. അപ്പം ഗ്രൂപ്പ് 18 എലമെൻറ്റ് അല്ലേ ഒരു രീതിയിൽ ഒറ്റയടിക്ക് നമുക്ക് എന്താക്കാം പഠിച്ച് തീർക്കാം. ഓക്കെ, നെക്സ്റ്റ് ഗ്രൂപ്പ് 17. ഗ്രൂപ്പ് 17ൻ്റെ ഒരു കോഡ്. ഗ്രൂപ്പ് 17 ഒരു കോഡാണ്. നമുക്ക് എന്താക്കാം? ഫസ്റ്റ് ക്ലാസ് ബിരിയാണി ഇൻ ആസ്ട്രേലിയ. എന്താണ്? ഫസ്റ്റ് ക്ലാസ് ബിരിയാണി ഇൻ ആസ്ട്രേലിയ അല്ലേ. അപ്പോൾ ഇതിൽ F എന്ന് പറഞ്ഞാൽ F ഏതാണ്? ഫ്ലൂറിൻ ആണ്. F ഫ്ലൂറിൻ. Cl ക്ലാസിൻ്റെ Cl എന്താ? ക്ലോറിൻ ആണ് അല്ലേ. ക്ലോറിൻ. ഫ്ലൂറിൻ, ക്ലോറിൻ. നെക്സ്റ്റ് Br അല്ലേ. ബിരിയാണീൻ്റെ Br എന്താണ്? ബ്രോമീൻ. ബ്രോമീൻ. അടുത്തത് ഉണ്ട് അല്ലേ. ഇന്നിൻ്റെ I എന്താണ്? അയഡിൻ. അയഡിൻ. നെക്സ്റ്റ് AT ആണ് എന്ത്? അസ്റ്റാറ്റിൻ. ഓക്കെ, അപ്പോൾ ഗ്രൂപ്പ് 17ൻ്റെ കോഡാണ് എന്ത്? ഫസ്റ്റ് ക്ലാസ് ബിരിയാണി ഇൻ ആസ്ട്രേലിയ അല്ലേ. ഫ്ലൂറിൻ, ക്ലോറിൻ, ബ്രോമിൻ, അയഡിൻ, അസ്റ്റാറ്റിൻ. ഗ്രൂപ്പ് 18 ആണെങ്കിലോ ഹി നെവർ എറൈവ്ഡ്, കാരാ സീറോ റൺ ഔട്ട്. ഹി നെവർ എറൈവ്ഡ്, കാരാ സീറോ റൺ ഔട്ട്. അപ്പോൾ നമുക്ക് എന്ത് പറയാം? ഹീലിയം, നിയോൺ, ആർഗൺ, ക്രിപ്റ്റോൺ, സെനോൺ, റെഡോൺ, ഒഗനസോൺ. റെഡി ആണല്ലോ. അപ്പോൾ ഈ രണ്ട് ഗ്രൂപ്പ് നമ്മൾ എന്താണ് പഠിച്ച് റെഡിയായി. നെക്സ്റ്റ് നമുക്ക് ഗ്രൂപ്പ് 16 ഗ്രൂപ്പ് 16 അല്ലേ. ഗ്രൂപ്പ് 16 നമുക്ക് നോക്കാം. ഗ്രൂപ്പ് 16 ആണെങ്കിൽ ഒരു കോഡ് ഇങ്ങനെ നോക്കി വെക്കുക. ഓൺ സ്റ്റൈൽസ് എ ടെൽ പോളിഷ്. എന്താണ്? ഓൺ സ്റ്റൈൽസ് എ ടെൽ പോളിഷ്. ഇവിടെ എന്തായിരിക്കും? എല്ലാവർക്കും കിട്ടും അല്ലേ. എന്താണ്? ഓക്സിജൻ. ഓക്സിജൻ അല്ലേ. S ആണ് എന്ത്? സൾഫർ. S എന്താണ്? സൾഫർ ആണ്. SC സെലീനിയം ആണ്. SC എന്താണ്? സെലീനിയം. സെലീനിയം. SC സെലീനിയം. നെക്സ്റ്റ് TE ആണ് എന്ത്? ടെല്യൂറിയം. ടെല്യൂറിയം. നെക്സ്റ്റ് PO ആണ് ഏത്? പൊളോണിയം. പൊളോണിയം. അപ്പോൾ ഓൺ ഓക്സിജൻ അല്ലേ. സ്റ്റൈൽ ഏതാണ്? സൾഫർ. ഓൺസെ ഏതാ? സെലീനിയം. നെക്സ്റ്റ് TE ടെല്യൂറിയം. PO ഏതാണ്? പൊളോണിയം. ഓക്കെ, ക്ലിയർ ആണല്ലോ. അപ്പോൾ ഗ്രൂപ്പ് 16 എലമെൻറ്റ്സ് മറ്റൊരു പേരുണ്ടായിരുന്നു. എന്തായിരുന്നു പേര്? ഓക്സിജൻ ഫാമിലി അല്ലെങ്കിൽ എന്ത് പറയാം? ചാൽക്കോജൻസ് അല്ലേ. ഇതൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതാണ്. ഓക്കെ, നെക്സ്റ്റ് ഗ്രൂപ്പ് 15 എലമെൻറ്റ്. ഗ്രൂപ്പ് 15 എലമെൻറ്റ് നമുക്കൊരു കോഡ് രൂപത്തിൽ പഠിക്കാം. അപ്പോൾ കോഡ് ഇതാണ് നോ പെൻ ASK ബ്രദർ. നോ പെൻ ASK ബ്രദർ. നോ N എന്ന് പറഞ്ഞാൽ എന്താ? എല്ലാവർക്കും അറിയാം അല്ലേ. നൈട്രജൻ. എന്താണ്? നൈട്രജൻ. പെന്നിൻ്റെ P എന്താണ്? ഫോസ്ഫറസ് ആണ്. ഏതാണ്? ഫോസ്ഫറസ്. ഫോസ്ഫറസ്. നെക്സ്റ്റ് AS ആഴ്സനിക് ആണ് അല്ലേ. AS എന്താണ്? ആഴ്സനിക് ആണ്. SBൻ്റെ ഫുൾ ഫോം എന്താണ്? SB ഉണ്ട്. അതേപോലെ BI ഉണ്ട്. BI നമുക്കറിയാം. ഏതാ? ബിസ്മത്ത്. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അല്ലേ. ബിസ്മത്ത്. SB ആണ് ഏത്? ആൻറ്റിമണി. ഏതാണ്? ആൻറ്റിമണി. ഓക്കെ, അപ്പം കോഡ് എന്തായിരുന്നു? നോ പെൻ ASK ബ്രദർ. കോഡ് എന്താണ്? നോ പെൻ ASK ബ്രദർ അല്ലേ. നൈട്രജൻ, ഫോസ്ഫറസ്, ആർസനിക്, ആൻറ്റിമണി ആൻഡ് നെക്സ്റ്റ് ബിസ്മത്ത്. ക്ലിയർ ആണല്ലോ. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ഗ്രൂപ്പ് 14
14 ഇമ്പോർട്ടൻ്റ് ആയി പഠിച്ചിരിക്കേണ്ട ഒരു ഗ്രൂപ്പ് തന്നെയാണ്. അപ്പോൾ ഇതിൽ നമുക്കൊരു കോഡായിട്ട് ഇങ്ങനെ പഠിച്ചു വെച്ചാൽ മതി. കെമിസ്ട്രി സാർ ഗിവ്സ് ടൂൾ ഫോർ ലേണിംഗ്. എന്താണ്? കെമിസ്ട്രി സാർ ഗിവ്സ് ടൂൾ ഫോർ ലേണിംഗ് അല്ലേ? അപ്പോൾ ഇതിൽ കെമിസ്ട്രി എന്താണ്? കാർബൺ, സി ഫോർ കാർബൺ അല്ലേ? നെക്സ്റ്റ് സാർ ഏതാണ്? സിലിക്കൺ, സിലിക്കൺ. സാർ ഏതാണ്? സിലിക്കൺ. നെക്സ്റ്റ് ജി എന്താണ്? GE കുറേ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അല്ലേ? ജർമാനിയം, ജർമാനിയം. സെമി കണ്ടക്ടറിലൊക്കെ യൂസ് ചെയ്യുന്ന ഒരേ ഒരു എലമെൻ്റ് ആണ് ഏത്? ജർമാനിയം. നെക്സ്റ്റ് SN, അടുത്ത T അല്ലേ? T എന്താണ്? ടിന്നാണ് കേട്ടോ. ടിന്നാണ്. ടിന്നിൻ്റെ സിമ്പലാണ് ഏത്? SN അല്ലേ? SN. നെക്സ്റ്റ് ടിന്ന് കഴിഞ്ഞാൽ അടുത്തതാണ് ഏത്? ലെഡ്, PB. ലെഡാണ്. ലെഡിൻ്റെ സിമ്പലാണ് എന്ത്? PB. ഓക്കെ. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക. അപ്പോൾ ഇത് പഠിച്ചു കഴിഞ്ഞാൽ ഇന്ന് എന്താണ്? ഒരു മാർക്ക് നഷ്ടമായില്ല. നെക്സ്റ്റ് ഗ്രൂപ്പ് 13. ഗ്രൂപ്പ് 13 നമുക്കൊരു കോഡാക്കിയിട്ട് പഠിക്കാം അല്ലേ? കോഡ് ഇതാണ്, ബഗിറ്റ്. എന്താണ്? ബഗിറ്റ്. അപ്പോൾ B എന്ന് പറഞ്ഞാൽ എന്താ? B ബോറോൺ. B എന്താണ്? ബോറോൺ. AL എന്താണ്? അലൂമിനിയം ആണ് അല്ലേ? AL അലൂമിനിയം. അതിൽ G എന്ന് പറഞ്ഞാൽ എന്താ? GA ഗാലിയം ആണ് അല്ലേ? GA എന്താണ്? ഗാലിയം. നെക്സ്റ്റ് IE, ഇവിടെ ഒരു I ഉണ്ടല്ലോ. IE എന്താണ്? ഇൻഡിയമാണ്. ഇൻഡിയം. നെക്സ്റ്റ് TL ഉണ്ട്. TL ആണ് ഏത്? ടാലിയം. ഓക്കെ. അപ്പം ബോറോൺ, അലുമിനിയം, ഗാലിയം, ഇൻഡിയം, താലിയം. നെക്സ്റ്റ് ഗ്രൂപ്പ് 14 ആണെങ്കിലോ കാർബൺ, സിലിക്കൺ, ജർമേനിയം, ടിന്ന്, ലെഡ്. ഓക്കെ, റെഡി ആണല്ലോ. നെക്സ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കി വെക്കേണ്ട ഒരേ ഒരു ഗ്രൂപ്പാണ് ഇത്, ഗ്രൂപ്പ് 2. അപ്പോൾ ഗ്രൂപ്പ് 2-ൽ കോഡ് ഇതാണ്. മീന ആൻഡ് മാഗ്ന കെയിം സ്ട്രെയിറ്റ് ബാക്ക് റാപ്പിഡ്ലി. മീന ആൻഡ് മാഗ്ന കെയിം സ്ട്രെയിറ്റ് ബാക്ക് റാപ്പിഡ്ലി അല്ലേ? അപ്പോൾ നമുക്ക് ബീനേൻ്റെ ബി എന്താണ്? ബെർലിയമാണ് അല്ലേ? ബെർലിയം. നെക്സ്റ്റ് മാഗ്നേൻ്റെ MG എന്താണ്? മഗ്നീഷ്യം. നെക്സ്റ്റ് കെയിം CA എല്ലാവർക്കും കിട്ടും അല്ലേ? CA എന്താണ്? കാൽഷ്യം. നെക്സ്റ്റ് SR സ്ട്രെയിറ്റിൻ്റെ SR കിട്ടും അല്ലേ? SR എന്താണ്? സ്ട്രോൺഷ്യം. നെക്സ്റ്റ് BA ബേരിയം. നെക്സ്റ്റ് RA റേഡിയം. എന്താണ്? റേഡിയം. അപ്പോൾ ഗ്രൂപ്പ് 2 കോഡ് എന്തായിരുന്നു? ബീന ആൻഡ് മാഗ്ന കെയിം സ്ട്രെയിറ്റ് ബാക്ക് റാപ്പിഡ്ലി അല്ലേ? അപ്പോൾ ഏതൊക്കെ നമുക്ക് ഓർഡറിൽ എങ്ങനെ പറയാം? ബെർലിയം, മഗ്നീഷ്യം, കാൽഷ്യം, സ്ട്രോൺഷ്യം, ബേരിയം, റേഡിയം. ബെർലിയം, മഗ്നീഷ്യം, കാൽഷ്യം, സ്ട്രോൺഷ്യം, ബേരിയം, റേഡിയം. ഓക്കെ. നെക്സ്റ്റ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയി പഠിച്ചു വെക്കേണ്ട ഒരു ഗ്രൂപ്പാണ് എന്ത്? ഗ്രൂപ്പ് 1 ആൽക്കലൈൻ ഗ്രൂപ്പ്. ഗ്രൂപ്പ് 2 എന്തായിരുന്നു? ആൽക്കലൈൻ എർത്ത് ഗ്രൂപ്പ് അല്ലേ? അപ്പോൾ ഇവിടെ ഗ്രൂപ്പ് 1-ൽ കോഡ് ഇതാണ്. എന്താ കോഡ്? ഹൈലി നേവ് കിഡ്സ് റബ് കാറ്റ്സ് ഫോർ. എന്താണ്? ഹൈലി നേവ് കിഡ്സ് റബ് കാറ്റ്സ് ഫോർ. നെക്സ്റ്റ് അപ്പോൾ ഇതിൽ ഹൈഡ്രജൻ എന്താ? H എന്താണ്? ഹൈഡ്രജൻ ആണ് അല്ലേ? ഹൈഡ്രജൻ. നെക്സ്റ്റ് Li എന്താണ്? ലിത്തിയം അല്ലേ? ഇതിൽ Na ഉണ്ടല്ലോ. Na എന്താണ്? സോഡിയം ആണ് അല്ലേ? Na എന്താണ്? സോഡിയം. നെക്സ്റ്റ് K എന്താണ്? പൊട്ടാസ്യമാണ്. പൊട്ടാസ്യം. RB എന്താണ്? റുബീഡിയം. ഏതാണ്? റുബീഡിയം. CS എന്താണ്? സീഷ്യമാണ് അല്ലേ? ഏതാണ്? സീഷ്യം. CS ഏതാണ്? സീഷ്യം. FR ഉണ്ട്. FR ആണ് ഏത്? ഫ്രാൻസിയം. അപ്പോൾ കോഡ് ഇതാണ്. ഹൈലി നേവ് കിഡ്സ് റബ് കാറ്റ്സ് ഫോർ അല്ലേ? നമുക്ക് ഓർഡറിൽ എങ്ങനെ പറയാം? ഹൈഡ്രജൻ, ലിഥിയം, സോഡിയം, പൊട്ടാസ്യം, റുബീഡിയം, സീഷ്യം, ഫ്രാൻസിയം. റെഡി ആണല്ലോ. അപ്പോൾ 1 മുതൽ 18 വരെയുള്ള ഗ്രൂപ്പിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയി പഠിച്ചിരിക്കുന്ന ഗ്രൂപ്പിൻ്റെ ഓർഡർ നമ്മൾ എന്താണ്? റെഡി ആയി കഴിഞ്ഞു. നെക്സ്റ്റ് ഇതുമായിട്ട് റിലേറ്റഡ് ആയിട്ട് ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ് RRB NTPCയിലും നെക്സ്റ്റ് CGL 2021-ലും ചോദിച്ചൊരു ക്വസ്റ്റ്യൻ തന്നെയാണിത്. വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് നോൺ ആസ് ആൽക്കലൈൻ എർത്ത് മെറ്റൽ. ആൽക്കലൈൻ എർത്ത് മെറ്റൽ ഏതാണെന്നാണ് ചോദിച്ചത് അല്ലേ? അപ്പോൾ നമ്മൾ ഒരു ഓർഡർ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതൊന്നുമല്ല, നമ്മുടെ ആൻസർ ഏതാണ് വരുന്നത്? മഗ്നീഷ്യം ആണ് വരുന്നത്. ആൽക്കലൈൻ എർത്ത് മെറ്റൽ ഏതാണ്? മഗ്നീഷ്യം. ഓർഡറും കോഡും നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഓക്കെ. നെക്സ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയ പഠിക്കേണ്ട ഒരു ടോപ്പിക് തന്നെയാണ് പീരിയോഡിക് പ്രോപ്പർട്ടീസ് എന്താണുള്ളത്. അപ്പോൾ പീരിയോഡിക് പ്രോപ്പർട്ടീസിൽ മെയിനായിട്ട് നോക്കേണ്ടത് ആറ്റോമിക് റേഡിയൈ. പേരിൽ തന്നെ ഉണ്ട് അല്ലേ? ആറ്റോമിക് റേഡിയൈ എന്ന് പറഞ്ഞാൽ എന്താ? ആറ്റത്തിൻ്റെ റേഡിയൈ. അപ്പോൾ ഈ ആറ്റത്തിൻ്റെ റേഡിയൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
ആറ്റത്തിൻ്റെ ന്യൂക്ലിയസ് മുതൽ എവിടെ വരിക ഔട്ടർ മോസ്റ്റ് ഷെല്ല് വരെയുള്ള ഈ ഒരു ഡിസ്റ്റൻസ് ആണ് എന്തറിയപ്പെടുന്നത് ആറ്റോമിക് റേഡിയൈ അല്ലേ. എന്താണ് ആറ്റോമിക് റേഡിയൈ? ആറ്റത്തിൻ്റെ ന്യൂക്ലിയസ് അല്ലേ, ഒരു ആറ്റം ആണെങ്കിൽ ആറ്റത്തിൻ്റെ എവിടെയാണ് ന്യൂക്ലിയസ് മുതൽ എവിടെ വരെയുള്ളതാ ഔട്ടർ മോസ്റ്റ് ഷെല്ല് വരെയുള്ള ഒരു ഡിസ്റ്റൻസ് ആണ് എന്തറിയപ്പെടുന്നത് ആറ്റോമിക് റേഡിയൈ അല്ലേ. അപ്പോൾ ഇതിൽ മെയിനായിട്ട് പഠിക്കേണ്ട ഒരു പോയിന്റ് നമുക്ക് നോക്കാം. അതിൻ്റെ കൂടെ തന്നെ ഈ ആറ്റോമിക് റേഡിയൈ മുകളിൽ നിന്ന് നേരെ താഴേക്ക് വരുമ്പം ആറ്റത്തിൻ്റെ വലുപ്പം എന്താണ് കൂടുകയാണല്ലോ. ആറ്റത്തിൻ്റെ വലുപ്പം ഇങ്ങനെ കൂടി വരികയാണ് അല്ലേ. ഇനി ലെഫ്റ്റ് നിന്ന് റൈറ്റിലേക്ക് പോകുമ്പോൾ ആറ്റത്തിൻ്റെ വലുപ്പം എന്താണ് കുറഞ്ഞു വരികയാണ്. അപ്പോൾ അതിനനുസരിച്ചിട്ട് എന്തും കുറയും, ആറ്റോമിക് റേഡിയയും കുറയും. ഓക്കെ, ആറ്റത്തിൻ്റെ വലുപ്പം കൂടുമ്പോൾ ആറ്റോമിക് റേഡിയയും ഇൻക്രീസ് ചെയ്യും. അതേപോലെ ആറ്റത്തിൻ്റെ വലുപ്പം എന്താണ് കുറഞ്ഞു വരുമ്പോൾ ആറ്റോമിക് റേഡിയ എന്താണ് കുറഞ്ഞു വരികയാണ് ചെയ്യുക. അപ്പോൾ നമുക്ക് പറയാം ഡിക്രീസ് ചെയ്യുന്നത് അല്ലേ, ആറ്റോമിക് റേഡിയയെ ഡിക്രീസ് ചെയ്യുന്നത് എപ്പോഴൊക്കെയാണ്? ലെഫ്റ്റ് നിന്ന് നേരെ എവിടേക്ക് പോകുമ്പോഴാണ് റൈറ്റിലേക്ക് പോകുമ്പോഴാണ് അല്ലേ. ലെഫ്റ്റ് നിന്ന് നേരെ എവിടേക്ക് പോകുമ്പോഴാണ് റൈറ്റിലേക്ക് പോകുമ്പം ആറ്റോമിക് റേഡിയ എന്താണ് ഡിക്രീസ് ചെയ്ത് വരികയാണ്. നെക്സ്റ്റ് ആറ്റോമിക് റേഡിയ ഇൻക്രീസ് ചെയ്യുന്നത് എപ്പോഴാണ്? ആറ്റോമിക് റേഡിയ ഇൻക്രീസസ് ഫ്രം ടോപ്പ് ടു ബോട്ടം അല്ലേ. മുകളിൽ നിന്ന് താഴേക്ക് വരുന്നതിനനുസരിച്ചിട്ട് ആറ്റത്തിൻ്റെ വലുപ്പം കൂടുന്നു. അത് ആയതുകൊണ്ട് തന്നെ ആറ്റോമിക് റേഡിയയും എന്താണ് ഇൻക്രീസ് ചെയ്യുകയാണ്. ഓക്കെ, അപ്പോൾ ഇതിൽ ഇമ്പോർട്ടൻ്റ് ആയി പഠിച്ചു വെക്കേണ്ട ഒരു 2-3 പോയിന്റ്സ് ആണിത്. ഇത് നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക. നെക്സ്റ്റ് ഇതിൻ്റെ കൂടെ തന്നെ പറയുന്നതാണ് അയോണിക് റേഡിയ. അപ്പോൾ ഈ അയോണിക് റേഡിയ ഇതും പേരിൽ തന്നെ നമുക്ക് ഡെഫിനിഷൻ പറയാൻ പറ്റും അല്ലേ. എന്താ അയോണിക് റേഡിയ? സെൻറ്റർ ഓഫ് ദ ന്യൂക്ലിയസ് മുതൽ അല്ലേ ഔട്ടർ മോസ്റ്റ് ഇലക്ട്രോൺ ഒരു അയോൺ വരെയുള്ള ഡിസ്റ്റൻസ് ആണ്. സെൻറ്റർ ഓഫ് ദ ന്യൂക്ലിയസ് മുതൽ എവിടെ വരെയുള്ളതാണ് ഒരു അയോൺ വരെയുള്ള ഡിസ്റ്റൻസ്. ഇതാണ് എന്തറിയപ്പെടുന്നത് അയോണിക് റേഡിയ അല്ലേ. അപ്പോൾ അയോണിക് റേഡിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആറ്റോമിക് റേഡിയ അല്ലെങ്കിൽ ആറ്റത്തിൻ്റെ വലുപ്പം കൂടുന്നതിനനുസരിച്ചിട്ട് എന്തും കൂടും, അയോണിക് റേഡിയയും കൂടി വരും. അപ്പോൾ നമുക്ക് നോക്കാം. ഒന്ന് ഗ്രൂപ്പ് അല്ലേ മുകളിൽ നിന്ന് നേരെ താഴേക്ക് വരുന്നു, പീരിയോഡിക് ടേബിളിൽ നിന്ന് മുകളിൽ നിന്ന് താഴേക്ക് വരുന്നതിനനുസരിച്ചിട്ട് ആറ്റത്തിൻ്റെ വലുപ്പം കൂടി വരികയാണ്. അപ്പോൾ അയോണിക് റേഡിയം എന്താണ് ഇൻക്രീസ് ചെയ്യുകയാണ് അല്ലേ. അപ്പോൾ മുകളിൽ നിന്ന് താഴെ, അപ്പോൾ നമുക്ക് എന്ത് പറയാം, ഇൻക്രീസസ് ഫ്രം എവിടുന്ന ടോപ്പ് ടു ബോട്ടം അല്ലേ. മുകളിൽ നിന്ന് താഴേക്ക് വരുന്നതിനനുസരിച്ചിട്ട് എന്താണ് കൂടി വരുന്നു അയോണിക് റേഡിയം. നെക്സ്റ്റ് ലെഫ്റ്റ് നിന്ന് നേരെ റൈറ്റിലേക്ക് അല്ലേ. ലെഫ്റ്റ് നിന്ന് നേരെ റൈറ്റിലേക്ക് വരുമ്പം ആറ്റത്തിൻ്റെ വലുപ്പം കുറഞ്ഞു വരികയാണല്ലോ. ആയതുകൊണ്ട് തന്നെ എന്തും കുറയും, അയോണിക് റേഡിയയും എന്താണ് കുറഞ്ഞു വരുന്നു അല്ലേ. അപ്പോൾ ഡിക്രീസസ് നമുക്കൊരു പോയിന്റ് പഠിക്കാം അല്ലേ. ഡിക്രീസസ് ഫ്രം എവിടെ നിന്നാണ് ലെഫ്റ്റ് ടു റൈറ്റ്. ക്ലിയർ ആണല്ലോ. അപ്പോൾ ഈ 2 പോയിന്റ് നമുക്ക് പെട്ടെന്ന് കിട്ടും. നെക്സ്റ്റ് അയോണിക് റേഡിയയിൽ ഒരു ഇൻക്രീസിങ് ഓർഡർ പഠിച്ചു വെക്കാം. അപ്പം എങ്ങനെയൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ആറ്റത്തിൻ്റെ അയോണിക് റേഡിയൻ്റെ ഇൻക്രീസിങ് ഓർഡർ പറയുകയാണെങ്കിൽ ഒന്ന് ആനയോഡ് റേഡിയായി കൂടുതലാണ്, അതിനേക്കാളും തൊട്ട കുറവാണ് എന്ത് ആറ്റോമിക് റേഡിയൈ, അതിനേക്കാളും തൊട്ട കുറവുള്ളതാണ് ഇത് കാറ്റയോണിക് റേഡിയൈ. ഓക്കെ, അപ്പോൾ ജസ്റ്റ് ഒരു ഓർഡർ ഒന്ന് റിയലൈസ് ചെയ്ത് വെച്ചാൽ മതി. അപ്പോൾ ഈ അയോൺ എന്ന് പറയുന്നത് എന്താ, ചാർജുള്ള പാർട്ടിക്കിൾസിനാണ് എന്ത് പറയുക അയോൺ എന്ന് പറയാം. ഓക്കെ, അപ്പോൾ അയോണിക് റേഡിയൈ റെഡി ആണല്ലോ. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് നോക്കാനുള്ളത് ഇതുമായിട്ട് റിലേറ്റഡ് ആയിട്ട് ചോദിച്ച ഒരു ക്വസ്റ്റ്യൻ തന്നെയാണ്. ക്വസ്റ്റ്യൻ CGL CGLലും RRB NTPCയിലും ചോദിച്ച ഒരു ക്വസ്റ്റ്യൻ തന്നെയാണിത്. അപ്പോൾ ക്വസ്റ്റ്യൻ എന്താണ്, വിച്ച് ഓഫ് ദി ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ് ഈസ് കറക്റ്റ്. കറക്റ്റായ സ്റ്റേറ്റ്മെൻറ്റ് ഏതാണെന്നാണ് ചോദിച്ചത്. അപ്പോൾ ക്വസ്റ്റ്യൻ ഓപ്ഷൻ നമുക്ക് നോക്കാം. ആറ്റോമിക് റേഡിയൈ ഇൻക്രീസസ് അക്രോസ് എ പീരീഡ് ആൻഡ് ഡിക്രീസസ് ഡൗൺ ഇൻ എ ഗ്രൂപ്പ്. ശരിയാ ഇൻ ദ പീരിയോഡിക് ടേബിൾ. ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ശരിയാണോ? ആറ്റോമിക് റേഡിയൈ ഇൻക്രീസസ് അക്രോസ് എ പീരീഡ്, ഇൻക്രീസ് ചെയ്യാണോ? അല്ല, ആറ്റത്തിൻ്റെ വലിപ്പം കൂടുമ്പോൾ ആറ്റോമിക് റേഡിയ പീരീഡിലേക്ക് പോകുമ്പം എന്താ ചെയ്യുക, കുറയാണ് ചെയ്യുന്നത് അല്ലേ. ഇവിടെ ഇൻക്രീസ് ആണോ വേണ്ടത്? അല്ല, അക്രോസ് എ പീരീഡ് ആണെങ്കിൽ ഡിക്രീസ് അല്ലേ വേണ്ടത്. അപ്പോൾ ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് എന്താണ്, തെറ്റാണ്. നെക്സ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് നോക്കാം. ആറ്റോമിക് റേഡിയൈ ഡിക്രീസസ് അക്രോസ് എ പീരീഡ് ആൻഡ് ഇൻക്രീസസ് ഡൗൺ എ ഗ്രൂപ്പ് ഇൻ ദ പീരിയോഡിക് ടേബിൾ. ആറ്റോമിക് റേഡിയൈ ഡിക്രീസസ് അക്രോസ് എ പീരീഡിനല്ലേ ലെഫ്റ്റ് നിന്ന് റൈറ്റിലേക്ക് പോകുമ്പോൾ എന്താണ് ഡിക്രീസ് ചെയ്യാണ്, ലെഫ്റ്റ് നിന്ന് റൈറ്റിലേക്ക് പോകുമ്പോൾ ഡിക്രീസ് ചെയ്യാണ് അല്ലേ. അപ്പോൾ ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് എന്താണ്, കറക്റ്റാണ്, ഇവിടെ കറക്റ്റാണ്. നെക്സ്റ്റ് ഒരു പോയിന്റ് കൂടി ഉണ്ട്, ആൻഡ് ഇൻക്രീസസ് ഡൗൺ എ ഗ്രൂപ്പ് ഇൻ ദ പീരിയോഡിക് ടേബിൾ അല്ലേ. ടോപ്പ് ടു ബോട്ടം എന്താണ് ഇൻക്രീസ് ചെയ്യാണല്ലോ. അപ്പോൾ ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റും എന്താണ്, കറക്റ്റാണ്. അപ്പോൾ 2 സ്റ്റേറ്റ്മെൻറ്റും കറക്റ്റ് ആയതുകൊണ്ട് തന്നെ എന്താണ് ഈ ഒരു ഇതായിരിക്കും നമ്മുടെ ഫൈനൽ ആൻസർ അല്ലേ. അപ്പോൾ വിച്ച് ഓഫ് ദി ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ് ഏതാണ്, ആറ്റോമിക് റേഡിയസ് ഡിക്രീസസ് അക്രോസ് എ പീരീഡ് ആൻഡ് ഇൻക്രീസസ് ഡൗൺ എ ഗ്രൂപ്പ് ഇൻ ദ പീരിയോഡിക് ടേബിൾ. ക്ലിയർ ആണല്ലോ. അപ്പോൾ ഇതൊക്കെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയി പഠിച്ചിരിക്കേണ്ട ഏരിയാസ് തന്നെയാണ്. നെക്സ്റ്റ് നമുക്ക് നോക്കാനുള്ളത് ഇതുമായിട്ടുള്ള റിലേറ്റഡ് വേറൊരു ക്വസ്റ്റ്യൻ നോക്കാം. ഈ SSC CPU എക്സാമിനും CHSL RRB എക്സാമിലൊക്കെ ചോദിച്ചൊരു ക്വസ്റ്റ്യൻ തന്നെയാണ്. ഇൻ എ പീരിയോഡിക് ടേബിൾ വൈൽ മൂവിങ് ഫ്രം ലെഫ്റ്റ് ടു റൈറ്റ് ഇൻ എ പീരീഡ് നമ്പർ ഓഫ് ഡാഷ് റിമെയിൻസ് ദ സെയിം. ഓക്കെ,
അപ്പോൾ ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലേക്ക് പോകുമ്പം നമ്പർ ഓഫ് ഡാഷ് റിമെയിൻസ് ദ സെയിം എന്നാണ് ചോദിച്ചത്. അപ്പോൾ ഇവിടെ ഇലക്ട്രോൺ ആണോ? ഇലക്ട്രോൺ അല്ല. പ്രോട്ടോൺ ആണോ? പ്രോട്ടോണും അല്ല. ഷെല്ലിന് എന്തെങ്കിലും മാറ്റം വരുന്നുണ്ടോ? ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലേക്ക് പോകുമ്പോൾ ഷെല്ലിന് എന്തെങ്കിലും മാറ്റം വരുന്നുണ്ടോ? ഇല്ല, ഷെല്ല് ഇപ്പോഴും മാറ്റം വരുന്നൊന്നുമില്ല. അപ്പോൾ ആൻസർ എന്താണ്? ഷെല്ലാണ് വരുന്നത്, ന്യൂട്രോൺസ് അല്ല. അപ്പോൾ ആൻസർ ഏതാ വരുന്നത്? ഷെല്ലാണ്. അപ്പോൾ ഈ ഒരു പോയിന്റ് നിങ്ങൾ അതിൻ്റെ കൂടെ തന്നെ നോക്കി വെക്കുക. നെക്സ്റ്റ്, അയോണൈസേഷൻ പൊട്ടൻഷ്യൽ എന്താണെന്നുള്ളതാണ് അല്ലേ. എന്താണ് അയോണൈസേഷൻ പൊട്ടൻഷ്യൽ? ഒരു ഇലക്ട്രോണിനെ റിമൂവ് ചെയ്യാൻ ആവശ്യമായ എനർജിയാണ് എന്തറിയപ്പെടുന്നത്? അയോണൈസേഷൻ പൊട്ടൻഷ്യൽ എന്നറിയപ്പെടുന്നത്. എന്താണ് അയോണൈസേഷൻ പൊട്ടൻഷ്യൽ? എമൗണ്ട് ഓഫ് എനർജി റിക്വയർഡ് ടു റിമൂവ് ആൻ ഇലക്ട്രോൺ ഫ്രം ആൻ ഐസൊലേറ്റഡ് ഗാഷ്യസ് ആറ്റം അല്ലേ. ഒരു ഇലക്ട്രോൺ റിമൂവ് ചെയ്യാൻ ആവശ്യമായ എനർജിയാണ് എന്തറിയപ്പെടുന്നത്? അയോണൈസേഷൻ പൊട്ടൻഷ്യൽ. അപ്പോൾ ഇതിൻ്റെ കൂടെ തന്നെ ഒരു പോയിന്റ് നോക്കി വെക്കുക. ഇൻക്രീസസ് ഫ്രം ലെഫ്റ്റ് ടു റൈറ്റ് ഇൻ എ പീരീഡ്. നമ്മൾ പറഞ്ഞു ലെഫ്റ്റ് നിന്ന് റൈറ്റിലേക്ക് പോകുമ്പോൾ ആറ്റത്തിൻ്റെ സൈസ് എന്താണ്? കുറഞ്ഞു വരികയാണ് അല്ലേ. ടോപ്പ് ടു ബോട്ടം ആണെങ്കിലോ ആറ്റത്തിൻ്റെ സൈസ് കൂടി വരിക. അപ്പോൾ നമുക്ക് അയോണൈസേഷൻ പൊട്ടൻഷ്യൽ, ഒരു ആറ്റത്തിന് ഇലക്ട്രോണിനെ റിമൂവ് ചെയ്യാൻ ആവശ്യമായ എനർജിയാണ് എന്തറിയപ്പെടുന്നത്? അയോണൈസേഷൻ പൊട്ടൻഷ്യൽ. അപ്പോൾ ഇതെന്താണ്? ഇൻക്രീസ് ചെയ്യുകയാണ് അല്ലേ. എവിടുന്ന്? ലെഫ്റ്റിൽ നിന്ന് നേരെ എവിടേക്ക് പോകുമ്പോൾ? റൈറ്റിലേക്ക് പോകുമ്പോൾ. നെക്സ്റ്റ്, ഡിക്രീസസ് ഫ്രം ടോപ്പ് ടു ബോട്ടം അല്ലേ. എന്തുകൊണ്ടായിരിക്കും ഡിക്രീസസ് ഫ്രം ടോപ്പ് ടു ബോട്ടം ആയത്? ആറ്റത്തിൻ്റെ സൈസ് അല്ലേ, മുകളിൽ നിന്ന് ടോപ്പ് ടു ബോട്ടം ആണ് ആറ്റത്തിൻ്റെ സൈസ് എന്താണ്? ഇൻക്രീസ് ചെയ്യുകയാണല്ലോ. അപ്പോൾ നമുക്ക് എന്ത് പറയാം? അയോണൈസേഷൻ പൊട്ടൻഷ്യൽ എന്താണ്? ഡിക്രീസ് ചെയ്യുകയാണെന്ന് പറയാം. ഓക്കെ, അപ്പോൾ ഈ രണ്ട് പോയിന്റും നിങ്ങൾക്ക് കിട്ടുമല്ലോ. നെക്സ്റ്റ്, അയോണൈസേഷൻ പൊട്ടൻഷ്യലിൻ്റെ യൂണിറ്റ് ആണ് എന്ത്? കിലോ ജൂൾ പെർ മോൾ. എന്താണ്? കിലോ ജൂൾ പെർ മോൾ ആണ് എന്ത്? അയോണൈസേഷൻ പൊട്ടൻഷ്യലിൻ്റെ യൂണിറ്റ്. നെക്സ്റ്റ് നോക്കി വെക്കേണ്ടത് ഏറ്റവും കൂടുതൽ എക്സാമിന് ചോദിച്ച ഒരേ ഒരു ക്വസ്റ്റ്യൻ ആണ്. ലോവസ്റ്റ് അയോണൈസേഷൻ പൊട്ടൻഷ്യൽ ഏത് എലമെൻ്റ് ആണ്? സീഷ്യം ആണ് അല്ലേ. ഏതാണ്? സീഷ്യം. നെക്സ്റ്റ്, ഹയസ്റ്റ് അയോണൈസേഷൻ പൊട്ടൻഷ്യൽ ഉള്ള ഒരേ ഒരു എലമെൻ്റ് ആണ് ഏത്? ഹീലിയം. അപ്പോൾ ഏതാണ്? ലോവസ്റ്റ് ഏതാണ്? സീഷ്യവും. ഹയസ്റ്റ് ഏതാണ്? ഹീലിയം. ഓക്കെ, ക്ലിയർ ആണല്ലോ. അപ്പോൾ ഈ ഒരു ഏരിയ എന്തായാലും നോക്കി വെക്കണം. നെക്സ്റ്റ്, ഇലക്ട്രോൺ അഫിനിറ്റി. എന്താണ് ഇലക്ട്രോൺ അഫിനിറ്റി എന്നുള്ളത്? ഇലക്ട്രോൺ അഫിനിറ്റി എന്ന് പറഞ്ഞാൽ എന്താ? ഒരു എക്സ്ട്രാ ഇലക്ട്രോൺ ആഡ് ചെയ്യുമ്പോൾ ആവശ്യമായ എനർജി അല്ലേ, ഒരു എനർജി റിലീസ് ചെയ്യും. ഈ ഒരു എനർജിനാണ് എന്ത് പറയുന്നത്? ഇലക്ട്രോൺ അഫിനിറ്റി എന്ന് പറയപ്പെടുന്നത്. ഓക്കെ, അപ്പോൾ എന്താണ് ഇലക്ട്രോൺ അഫിനിറ്റി? ദ എനർജി റിലീസ് ഡ്യൂറിങ് ആൻ അഡീഷൻ ഓഫ് എൻ എക്സ്ട്രാ ഇലക്ട്രോൺ ഇൻ ആൻ ഐസൊലേറ്റഡ് ഗാഷ്യസ് ആറ്റം. അപ്പോൾ ഇതിലും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിച്ചു വെക്കേണ്ടതാണ് ഇതിൻ്റെ യൂണിറ്റ് ആണ് എന്ത്? കിലോ ജൂൾ പെർ മോൾ. ഓക്കെ, കിലോ ജൂൾ പെർ മോൾ ആണ്. ഇനി ഈ ഇലക്ട്രോൺ അഫിനിറ്റി ഇൻക്രീസസ് ഫ്രം ലെഫ്റ്റ് ടു റൈറ്റ് ഇൻ എ പീരീഡ്. എന്തുകൊണ്ടാണ് ഈ ഇലക്ട്രോൺ അഫിനിറ്റി കൂടാൻ കാരണം? ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലേക്ക് പോകുമ്പോൾ ആറ്റത്തിൻ്റെ സൈസ് എന്താണ്? കുറഞ്ഞു വരികയാണ്. അപ്പോൾ ഇലക്ട്രോൺ അഫിനിറ്റി എന്താണ്? ഇലക്ട്രോൺ അഫിനിറ്റി. ഓക്കെ, ഇലക്ട്രോൺ അഫിനിറ്റി ഇവിടെ ആറ്റത്തിൻ്റെ സൈസ് കുറയാണ്. അപ്പോൾ ഇലക്ട്രോൺ അഫിനിറ്റി എന്താണ്? ഇൻക്രീസ് ചെയ്യുകയാണ്. ഓക്കെ, നെക്സ്റ്റ്, ഡിക്രീസസ് ഫ്രം ടോപ്പ് ടു ബോട്ടം ഇൻ എ ഗ്രൂപ്പ്. എന്തുകൊണ്ടായിരിക്കും? ടോപ്പ് ടു ബോട്ടം ആറ്റത്തിൻ്റെ സൈസ് എന്താണ്? കുറഞ്ഞു വരികയാണ് അല്ലേ. ആറ്റത്തിൻ്റെ സൈസ് കുറഞ്ഞു വരുമ്പോൾ ഇലക്ട്രോൺ അഫിനിറ്റി എന്താണ്? ഡിക്രീസ് ചെയ്യുന്നത്. അപ്പോൾ അവിടെ എന്ത് പറയാം? ടോപ്പ് ടു ബോട്ടം ആറ്റത്തിൻ്റെ സൈസ് കൂടുകയാണല്ലോ. ഓക്കെ, ടോപ്പ് ടു ബോട്ടം ആറ്റത്തിൻ്റെ സൈസ് കൂടുകയാണ്. ആയതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് പറയാം? ഇലക്ട്രോൺ അഫിനിറ്റി അല്ലേ, ഡിക്രീസസ് ഫ്രം ടോപ്പ് ടു ബോട്ടം ഇൻ എ ഗ്രൂപ്പ്. ഓക്കെ, നെക്സ്റ്റ്, ഇതിൽ ഇലക്ട്രോൺ അഫിനിറ്റിയിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ ഒരു പോയിന്റ് തന്നെയാണ് ഹയസ്റ്റ് ഇലക്ട്രോൺ അഫിനിറ്റി. ഏതാണ്? ക്ലോറിൻ ആണ് ഏത്? ഹയസ്റ്റ് ഇലക്ട്രോൺ അഫിനിറ്റി. നെക്സ്റ്റ്, ലോവസ്റ്റ് ഇലക്ട്രോൺ അഫിനിറ്റി ആണ് ഏത്? ആർഗൺ. അപ്പോൾ ഇതിൻ്റെ കൂടെ തന്നെ നിങ്ങൾ ഒരു പോയിന്റ് കൂടി നോട്ട് ചെയ്ത് വെക്കുക. ഇപ്പോൾ ഫ്ലൂറിനും അതേപോലെ തന്നെ ക്ലോറിനും തരികയാണെങ്കിൽ, ഫ്ലൂറിൻ ഡ്യൂ ടു സ്മോൾ സൈസ് ഹാസ് സ്മോളർ ഇലക്ട്രോൺ അഫിനിറ്റി അല്ലേ. ഇത് രണ്ടും കൂടി കമ്പയർ ചെയ്യുകയാണെങ്കിൽ ഫ്ലൂറിൻ എന്താണ്? സ്മോൾ സൈസ് ആണല്ലോ. ഫ്ലൂറിന് സ്മോൾ സൈസ് ആണ്. ആയതുകൊണ്ട് തന്നെ ഇലക്ട്രോൺ അഫിനിറ്റി എന്തായിരിക്കും? ചേഞ്ച് ഉണ്ടാവും ഏതിനേക്കാളും? ക്ലോറിനേക്കാളും. ഓക്കെ, അപ്പോൾ ഇലക്ട്രോൺ അഫിനിറ്റി ഹയസ്റ്റ് ആയുള്ള ഒരു എലമെൻ്റ് ആണ് ഏത്? ക്ലോറിൻ. അതേപോലെ ലോവസ്റ്റ് ഇലക്ട്രോൺ അഫിനിറ്റി ഉള്ളത് ഏതാണ്? ആർഗൺ ആണ്. ഓക്കെ, ക്ലിയർ ആണല്ലോ. ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ പഠിക്കേണ്ട ഏരിയാസ് ആണ് ഈ ഇലക്ട്രോൺ അഫിനിറ്റിയിൽ പഠിക്കേണ്ട ഏരിയാസ് ആണ് ഈ കാര്യങ്ങളെല്ലാം. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് നോട്ട് ചെയ്ത് വെക്കുക, ഇത് റിപ്പീറ്റ് ചെയ്ത് നോക്കുക. നെക്സ്റ്റ്, ഇലക്ട്രോൺ നെഗറ്റിവിറ്റി എന്താണ്? അപ്പോൾ എന്താ ഇലക്ട്രോൺ നെഗറ്റിവിറ്റി എന്ന് പറഞ്ഞാൽ? ഇറ്റ് ഈസ് എ ടെൻഡൻസി ഓഫ് ആൻ ആറ്റം ടു അട്രാക്ട് ഇലക്ട്രോൺസ് ഇൻ എ മോളിക്യൂൾ അല്ലേ. ഇലക്ട്രോണിന് ടെൻഡൻസിയാണ് എന്തിനാ? മറ്റൊരു ആറ്റമായിട്ട് ഇലക്ട്രോൺ അട്രാക്ട് ചെയ്യാനുള്ള ഒരു ടെൻഡൻസിയാണ് എന്തായിരിക്കുന്നത്? ഇലക്ട്രോൺ നെഗറ്റിവിറ്റി. അപ്പോൾ ഈ ഇലക്ട്രോൺ നെഗറ്റിവിറ്റി ഏറ്റവും കൂടുതൽ ചോദിച്ച ക്വസ്റ്റ്യൻ തന്നെയാണ്. ഇലക്ട്രോൺ നെഗറ്റിവിറ്റി ഏറ്റവും കൂടിയ ആറ്റമാണ് ഏത്? ഫ്ലൂറിൻ.
ഏതാണ്? ഫ്ലൂറിൻ. നെക്സ്റ്റ് ലീസ്റ്റ് ഇലക്ട്രോനെഗറ്റിവിറ്റി, ഏറ്റവും കുറഞ്ഞ ഇലക്ട്രോനെഗറ്റിവിറ്റി ഉള്ളത് എലമെൻ്റ് ആണ് ഏത്? സീഷ്യം ആണ്. ഏതാണ്? സീഷ്യം. നെക്സ്റ്റ് ഇൻക്രീസസ് അല്ലേ, ഇലക്ട്രോൺ നെഗറ്റിവിറ്റി ഇൻക്രീസസ് ഫ്രം ലെഫ്റ്റ് ടു റൈറ്റ് ഇൻ എ പീരീഡ്. ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലേക്ക് പോകുമ്പോൾ ഇലക്ട്രോൺ നെഗറ്റിവിറ്റി എന്താണ്? കുറഞ്ഞു വരുന്നു അല്ലേ? അല്ല ഇൻക്രീസ് അല്ല, ഇൻക്രീസസ്. ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലേക്ക് പോകുമ്പോൾ എന്താണ്? ഇൻക്രീസ് ചെയ്യുന്നു. നെക്സ്റ്റ് ഇലക്ട്രോൺ നെഗറ്റിവിറ്റി ഡിക്രീസ് ചെയ്യുന്നത് എപ്പോഴാണ്? ടോപ്പ് ടു ബോട്ടം ആണ്. എന്തുകൊണ്ടാണ് ടോപ്പ് ടു ബോട്ടം? ടോപ്പ് ടു ബോട്ടം നമ്മൾ പറഞ്ഞു ആറ്റത്തിൻ്റെ വലുപ്പം എന്താണ്? കൂടി കൂടി വരികയാണ് അല്ലേ? ആറ്റത്തിൻ്റെ വലുപ്പം കൂടുമ്പോൾ ഇലക്ട്രോൺ നെഗറ്റിവിറ്റി എന്ത് ചെയ്യുക? ഡിക്രീസ് ചെയ്യുകയാണ്. ഇനി ആറ്റത്തിൻ്റെ വലുപ്പം കുറഞ്ഞു വരുമ്പോൾ അല്ലേ, ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലേക്ക് പോകുമ്പോൾ ആറ്റത്തിൻ്റെ വലുപ്പം എന്താണ്? കുറഞ്ഞു കുറഞ്ഞു വരിക. ആറ്റത്തിൻ്റെ വലുപ്പം കുറയുമ്പോൾ ഇലക്ട്രോൺ നെഗറ്റിവിറ്റി എന്താണ്? ഇൻക്രീസ് ചെയ്യുന്നു. ഓക്കെ, ക്ലിയർ ആണല്ലോ? അപ്പോൾ ഇത്രയും പോയിന്റ്സ് നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക. അപ്പോൾ നമുക്ക് മറ്റൊരു ക്ലാസ്സിൽ കാണാം.